Hello guys, welcome to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫിഷൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ടുള്ള മസാല വേണം. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് അടുത്തതിടുന്നത്, അതും കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം കാശ്മീരി ചില്ലി ഇട്ടു. കാശ്മീരി ചില്ലി എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ, കുറച്ച് കളർ കിട്ടാനും അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പാണ് ഇടാനുള്ളത്. ഉപ്പ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ആവശ്യത്തിന് മാത്രം ഇടുക, ഏറിക്കഴിഞ്ഞാൽ വൻ ഫ്ലോപ്പായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങാനീര് വേണം. എനിക്ക് വിനെഗറിനെക്കാട്ടിലും ഞാൻ എല്ലാത്തിനും നാരങ്ങാനീരാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം നാരങ്ങ എടുത്തിട്ട് അത് നല്ലപോലെ, അതിൻ്റെ നീര് നല്ലപോലെ എടുത്തിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സാക്കാം കേട്ടോ. അപ്പം അത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് കറി ലീഫൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ച മീനുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇട്ടിട്ട് എല്ലായിടത്തും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ലപോലെ സ്പ്രെഡ് ആവണമല്ലോ. അപ്പം വെള്ളം കുറവാണ്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ എല്ലായിടത്തും മിക്സ് ആവുന്ന പോലെ തന്നെ മീനിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഓരോന്നോരോന്ന് മീനിട്ടിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഫുൾ മിക്സ് ചെയ്തു. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഫിഷ് നല്ലപോലെ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനാണ്. 2 കറിയിലേക്ക് കൊടുക്കാം. നമ്മളതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്യാനുള്ള മീനും ഫിഷ് ഒന്ന് മറിച്ചിടാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി അപ്പുറത്ത് ഉമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു നോക്കാം. പച്ചമുളക്, തേങ്ങ, ഉള്ളി ചതച്ചു. പിന്നെന്തൊക്കെ? പച്ചമുളക്, തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി ചതയ്ക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് വരട്ടുക. എന്നിട്ട് മുരിങ്ങയിടുക, ഉപ്പിടുക, മുരിങ്ങത്തോര ഇത് വേവിക്കാൻ വെക്കല്ലേ? മുരിങ്ങത്തോര വേവിക്കും. എന്നിട്ട് മുരിങ്ങത്തോരം വരും. എന്നിട്ട് അതിലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇക്ക ഫുഡ് എങ്ങനെയുണ്ട്? എന്റെ മീൻ ഫ്രൈ എങ്ങനെയുണ്ട്? ഉമ്മാന്റെ തോരനോ? ഏതട്ടിക്ക് ടേസ്റ്റ് പറ. അപ്പോൾ റിവ്യൂസൊക്കെ കണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.